സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയ പരിശീലകൻ ഡേവിഡ് കാറ്റാല, അദ്ദേഹത്തെ പറ്റി അതിൻ്റെ പ്രീവിയസ് സീസൺസിലെ മാച്ചസ് ഒക്കെ കണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പ്രീവിയസ് സീസൺസിൽ അതിൻ്റെ ഗെയിംസ് എല്ലാം പറ്റിയും അവിടെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തത്. പക്ഷേ നമുക്ക് ശരിക്കും അറിയേണ്ടത് ഇവിടെ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. സൂപ്പർ കപ്പ് വരാനിരിക്കുന്നുണ്ട്. ഓൾറെഡി അദ്ദേഹം ടീമിനൊപ്പം ചേർന്ന് ട്രെയിനിങ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്ത് വന്നിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂസ്, ഒരു പ്രസ് കോൺഫറൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ വഴി പുറത്ത് വിട്ടിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവും അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് രണ്ടും കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനു മുൻപ് നമ്മുടെ ടീമിലേക്ക് വന്നിട്ടുള്ള കോച്ചുമാരുടെയൊക്കെ ഇൻ്റർവ്യൂ ഡീകോഡിംഗ് എന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ആ ഒരു വീഡിയോസ് കണ്ടപ്പോഴും കുറച്ച് കാര്യങ്ങൾ നോട്ടീസ് ചെയ്ത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങളുണ്ടെന്ന് തോന്നി. സോ അവിടെ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആൻസർ എന്ന രീതിയിലൊന്നും നമ്മൾ എടുക്കുന്നില്ല. ചില കോച്ചുമാർ പറയുന്നതിനേക്കാൾ കൂടുതൽ ആക്ഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന, അത് ഇവിടെ ചെയ്ത് കാണിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന കോച്ചുമാരുണ്ടാവും. ആൻഡ് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല. സോ ഇൻ്റർവ്യൂസ് വെച്ച് നമുക്ക് ആ ഒരു കോച്ചിനെ പറ്റി ഡീപ്പായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് ഇവിടെ നോട്ടീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഒരു പുതിയ കോച്ചൊക്കെ വരുമ്പോൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഏത് രീതിയിലുള്ള ഗെയിം സ്റ്റൈലാണ്, ഏത് ഫിലോസഫിയാണ്, അറ്റാക്കിംഗ് ഫുട്ബോളാണോ ഡിഫൻസീവ് ഫുട്ബോളാണോ ഈ കളിക്കാൻ ഇഷ്ടം എന്നുള്ളത്, അല്ലെങ്കിൽ എന്തായിരിക്കും താങ്കൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ അറ്റാക്കിംഗ് ഫുട്ബോളാണോ ഡിഫൻസീവ് ഫുട്ബോളാണോ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻസർ അദ്ദേഹം കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് മുൻപ് വന്നിട്ടുള്ള സ്റ്റാറൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു അഗ്രസീവ് അറ്റാക്കിംഗ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും വിത്ത് ദ ബോൾ പോഷൻ വെക്കുന്ന, അങ്ങനെ ഒരു പ്രീ ഡിറ്റർമിൻഡ് ആൻസറൊക്കെ അതിനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഡേവിഡ് കോച്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അദ്ദേഹം കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിൻ്റെ ഹാർഡ് വർക്ക്, മെൻറ്റാലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഗെയിം സ്റ്റൈൽ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം പറയുന്ന ഒരു ആൻസർ കോമ്പാക്ട് എന്നുള്ളൊരു വാക്കാണ്. First of all, my first idea is to try to be compact, to try to be strong team, to try to be solid team, but at the same time, of course, if you want to win games, we need to score. So we have to find this balance to be a compact team and at the same time to be an aggressive team, an attacking team. കോമ്പാക്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡിഫൻസ് മാത്രമല്ല, അഗ്രസീവായിട്ട് അറ്റാക്കും അതുപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള ഡിഫൻസിനും പ്രാധാന്യം കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഒരു രീതിയാണ്. ഈ പറഞ്ഞ പോലെ ബാലൻസിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ത്രൂ ഔട്ട് ഒരു ഓൾ ഔട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഒരു ത്രൂ ഔട്ട് ഒരു ഡിഫൻസീവ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലല്ലാതെ അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് അറ്റാക്ക് ചെയ്യണം, ഡിഫെൻഡ് ചെയ്യേണ്ട സമയത്ത് ഡിഫെൻഡ് ചെയ്യണം. ആ ഒരു കോമ്പാക്ട്, ആ ഒരു ബാലൻസ് വരുമ്പോഴാണ് പല സമയത്തും ടീമിന് ഒരു ഫുള്ള് ഒരു സ്ട്രെങ്ത് വരുന്നത്. അറ്റാക്ക് കാര്യമായിട്ട് ചെയ്യുന്ന മാച്ചുകളിൽ ഡിഫൻസീവിൽ നമ്മൾ വഴങ്ങുന്ന ഗോളുകൾ കൊണ്ട് നമ്മൾ കളി തോറ്റിട്ടുമുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഡിഫെൻഡ് ചെയ്യുന്ന മാച്ചുകൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഗോൾ അടിക്കാതെ നമ്മൾ സമനിലയിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഗോൾ വഴങ്ങുന്നതോ അങ്ങനെ തോക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ കോമ്പാക്ട് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് അറ്റാക്ക് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യേണ്ട സമയത്ത് ഡിഫെൻഡ് ചെയ്യുക. അത് ഇതിൻ്റെ പ്രീവിയസ് സീസൺസ് നമ്മൾ കണ്ടുള്ള ഒരു മാച്ച് തന്നെ ഡിഫെൻഡ് ചെയ്തിട്ട് 90 മിനിറ്റും ഡിഫെൻഡ് ചെയ്ത് അവസാനം ഇഞ്ചുറി ടൈമിൽ അറ്റാക്കിങ് ഒരു ചാൻസ് കിട്ടി മുന്നോട്ട് പോയി ഒരു ഗോൾ അടിച്ച് 3 പോയിന്റ്സ് അദ്ദേഹം സ്വന്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബാലൻസ് എല്ലാ കോച്ചുമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതൊരു ടിപ്പിക്കൽ കോമൺ കൈൻഡ് ഓഫ് ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഇവിടെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വി നീഡ് ടു നോ വിച്ച് ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് വി ഹാവ് എന്നുള്ളതാണ്. നമുക്കുള്ള പ്ലേയേഴ്സ് ഏത് രീതിയിലുള്ള അവരെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് ഈ പറഞ്ഞ പോലെ ടീം ഏത് രീതിയിൽ ഒരുക്കണം എന്ന് ആ ഒരു ക്ലിയർ ഐഡിയയിലേക്ക് എത്തുന്ന ആ ഒരു സെന്റൻസ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. To know which kind of players we have and after that to have a clear idea that the team that I want is to be aggressive, to be solid and to be going for the victory of the games. സോ ഇവിടെ പല കോച്ചുമാരും ഒരു പ്രീ ഡിറ്റർമിൻഡ് പ്ലാൻ ആയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ കളിപ്പിക്കാം, അങ്ങനെ ഒരു ലീഗിനെ മനസ്സിലാക്കുന്നതിന് മുൻപേ തന്നെ പ്ലാൻസ് ആയിട്ട് വരുന്ന കോച്ചുമാരുണ്ടാവും. അത് വർക്കാവാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്രീ ഡിറ്റർമിൻഡ് പ്ലാൻ, ഇവിടെ അതിന് ഫിലോസഫി ഉണ്ടാവും, അതിൻ്റെ സ്റ്റൈൽ ഉണ്ടാവും, അതിൻ്റെ ഒരു ഫ്ലേവർ എന്തായാലും അതിൻ്റെ ഒരു ഗെയിം സ്റ്റൈൽ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ എന്നാലും അങ്ങനെ ഒരു മുൻകൂട്ടി തീരുമാനിച്ച് ഇന്ന സംഭവം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം ആ ഒരു പ്ലാനായിട്ട് വന്നിട്ടുള്ള ഒരു കോച്ച് പോലെ തോന്നുന്നില്ല. അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് പ്ലേയേഴ്സിനെ മനസ്സിലാക്കുക. അദ്ദേഹം പല ക്വസ്റ്റിനും അദ്ദേഹം ആൻസർ ആയിട്ട് പറയുന്നത് അദ്ദേഹം ആദ്യം ഈ പറഞ്ഞ പ്ലേയേഴ്സായിട്ട് അഡാപ്റ്റ് ആവണം എന്നുള്ളതാണ്. സോ ഇവിടുത്തെ കണ്ടീഷൻസ് നോക്കിയിട്ട്, പ്ലേയേഴ്സിനെ നോക്കിയിട്ട്, അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നോക്കിയിട്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഏത് മാച്ചിൽ ഏത് രീതിയിൽ കളിക്കണം, അല്ലെങ്കിൽ ടോട്ടലി ടീമിൻ്റെ ആ ഒരു വിഷൻ അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ എങ്ങനെയായിരിക്കണം അതെല്ലാം ഡിസൈൻ ചെയ്യാൻ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പ്രീ സീസൺ, ഇപ്പോൾ സൂപ്പർ കപ്പ് ആണ് അടുത്തതായിട്ട് വരാനുള്ളത്. പക്ഷേ സൂപ്പർ കപ്പ് ശരിക്കും സീസണിൻ്റെ അവസാനത്തേക്ക് വന്നിട്ടുള്ള ഒരു ടൂർണമെൻ്റ് ആണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അതൊരു പ്രീ സീസൺ ആയിട്ട് തന്നെ, സാധാരണഗതിയിൽ ഡ്യൂറൻ കപ്പ് തുടങ്ങിയാണ് റീസെൻ്റ് ആയിട്ട് ഇന്ത്യൻ ഫുട്ബോളിൽ സീസൺ ആരംഭിക്കുന്നത്. പക്ഷേ ഇവിടെ സൂപ്പർ കപ്പ് തന്നെ ഒരു പ്രീ സീസൺ ആക്കി എടുത്തിട്ട് അവിടെ എത്ര മാച്ചസ് കിട്ടുമെന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ ട്രെയിനിങ് സെഷൻസ് ഉൾപ്പെടെ പ്രീ സീസൺ ഒരു സൂപ്പർ കപ്പോടുകൂടി തുടങ്ങി പിന്നീട് ഡ്യൂറൻ കപ്പും അങ്ങനെയൊക്കെ വരുമ്പോൾ പ്ലേയേഴ്സിനെ കൂടുതൽ മനസ്സിലാക്കാനും കുറച്ചുകൂടി എക്സ്ട്രാ ടൈം, സ്റ്റാഗറേക്ക് കിട്ടാതിരുന്ന ഒരു എക്സ്ട്രാ ടൈം നമ്മുടെ ഡേവിഡ് കറ്റലയ്ക്ക് കിട്ടും. അതുവഴി ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സും ഓരോ പ്ലേയേഴ്സിനെ മനസ്സിലാക്കാനും പ്ലേയേഴ്സിൻ്റെ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്ലേയേഴ്സാണ് ടീമിലുള്ളത്, അവരെ ഏത് രീതിയിൽ യൂസ് ചെയ്താലായിരിക്കും നല്ല ഔട്ട്പുട്ട് കിട്ടുക, ആ ഒരു ടൈപ്പ് ഓഫ് പ്ലാൻ പിന്നീട് പ്ലേയേഴ്സിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കാം വരിക. ഇതേ സംഭവം ആ
ആപ്ലിക്കബിൾ ആവുന്ന മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സൈനിങ്സിനെ പറ്റി ചോദിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ചേഞ്ചസ്, ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ. പല റൂമേഴ്സും പല രീതിയിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പ്ലേയേഴ്സും പോകുന്നു, ചില പ്ലേയേഴ്സ് റൂമേഴ്സായിട്ട് ഇങ്ങോട്ട് വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, സൂപ്പർ കപ്പിൽ ഈ പറഞ്ഞ ട്രാൻസ്ഫർ വിൻഡോ ആയിട്ടുള്ള പ്രശ്നങ്ങളും സീസൺ അവസാനിക്കുന്ന സമയം സൈനിങ്സിലേക്ക് അധികം പോകാൻ ചാൻസസ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സീസണിൽ നമുക്ക് കിട്ടുന്ന ഒരു ആഡഡ് സാധനം മറ്റ് കോച്ചുമാർക്ക് കിട്ടാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാറേക്കാണെങ്കിലും ഇതിന് മുൻപുള്ള സീസൺസിൽ ബ്ലാസ്റ്റേഴ്സിൽ ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള കോച്ചുമാർക്ക് കിട്ടാതിരുന്ന ഒരു കാര്യം, അതായത് പ്ലേയേഴ്സിൻ്റെ സെലക്ഷനിൽ സൈനിങ്സിൽ ഇൻവോൾവ് ആവാനുള്ള ഒരു സിറ്റുവേഷൻ. പല സമയത്തും പല പ്ലേയേഴ്സിനും കോൺട്രാക്റ്റ് കൊടുത്ത് സൈനിങ്സ് നടത്തി, അങ്ങനെ അതിനെല്ലാം ശേഷമൊക്കെ ആയിരിക്കും കോച്ച് വരുന്നത്. സോ കോച്ചിന് അവിടെ വലിയ വോയിസോ വലിയ ആവശ്യങ്ങൾ ഉന്നയിക്കാനോ ഈ പറഞ്ഞ സജഷൻസ് കൊടുക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല. ഓൾറെഡി അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കോച്ച് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു സീസൺ അവസാനം വരുമ്പോൾ ഈ സീസൺ മൊത്തം അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ സൂപ്പർ കപ്പിൽ നേരിട്ട് ആ ഒരു പ്ലേയേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പ്ലേയേഴ്സിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കാനും അതിനുശേഷം ഈ പറഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ ഉൾപ്പെടെ ഈ ഒരു കോച്ചിന് ഇൻവോൾവ് ആവാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടുന്നുണ്ട്. സൈനിങ്സിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ഉള്ള പ്ലേയേഴ്സിനെ ആദ്യം മനസ്സിലാക്കണം, ഏത് ടൈപ്പ് ഓഫ് പ്ലേയേഴ്സാണ് നമുക്കുള്ളതെന്നുള്ളതും അതിനുശേഷം നമുക്ക് ചേഞ്ചസ് വേണോ അല്ലെങ്കിൽ കീപ്പ് ചെയ്യണോ, പുതിയ പ്ലേയേഴ്സ് വരണമെങ്കിൽ തന്നെ ഏത് ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് വരണം എന്നുള്ളത് ആ ഒരു സമയത്തായിരിക്കും അതിന് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അത് ഒരു പക്ഷേ ഈ ഒരു സീസണിൽ കോച്ചിന് കുറച്ചുകൂടി കൂടുതൽ ആ ഒരു വോയിസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. കാരണം ഈ സംഭവം ചോദിക്കുമ്പോൾ അതിനോടൊപ്പം ആഡ് ചെയ്ത് കരോളിസും സംസാരിക്കുന്നുണ്ട്. That was the reason we wanted coach to join us by end of the season, that he has some decent time to know the team, to know environment a bit, and we can, with much more knowledge and much more concrete actions, we can go to off season and prepare better for next one. So that was the idea of joining now, not joining after the season completely. ഈ പറഞ്ഞ പോലെ സീസൺ അവസാനം തന്നെ, അടുത്ത സീസണിലേക്ക് വെയിറ്റ് ചെയ്യാതെ ഈ സീസണിൻ്റെ അവസാനം തന്നെ കോച്ചിനെ സൈൻ ചെയ്യാനുള്ള മെയിൻ കാരണം ഈ പറഞ്ഞ പോലെ ടീം സെറ്റിങ്ങിൽ കോച്ചിനൊരു വോയിസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിന് കോച്ചിനെ കൂടി ഇൻവോൾവ് ആക്കുക എന്നുള്ളൊരു ഐഡിയ അദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ടാണ് കോച്ച് ഇത്ര നേരത്തെ ടീമിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത്. സോ ഇവിടെ ഈ പറഞ്ഞ പോലെ കോച്ച് അവിടെ ഉണ്ടാവും. സോ അതിൻ്റെ ഒപ്പീനിയൻ ഏത് രീതിയിൽ സ്വാധീനിക്കപ്പെടും, അത് ഏത് രീതിയിൽ പ്ലേയേഴ്സിൻ്റെ വരവിനെ സ്വാധീനിക്കുന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും മറ്റു കോച്ചുമാരെ അപേക്ഷിച്ച് ഈ ഒരു കോച്ചിന് കിട്ടുന്ന ഈ ഒരു സീസണിലുള്ള ഒരു പുതിയ കാര്യമായിട്ട് പറയാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇൻ്റർവ്യൂയിലുടനീളം ഞാൻ നോട്ടീസ് ചെയ്ത ഇവാനുമായുള്ള കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും ഇവാനായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. കാരണം അത്രയും സക്സസ്ഫുൾ ആയ ഒരു കോച്ച് ഇവാൻ ആയതുകൊണ്ട് തന്നെയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. സോ ഇവാനായിട്ട് ഈ പറഞ്ഞ പോലെ കണക്ഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു സക്സസ് പെർസെൻറ്റേജ് ആ ഒരു സംഭവം ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലാനിൽ ശ്രദ്ധിച്ചിട്ടുള്ള, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഷ്ടപ്പെട്ടിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ എന്നാലും ഇദ്ദേഹം പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ സിമിലാരിറ്റീസ് ഇവാനായിട്ട് തോന്നിയിട്ടുണ്ട്. അത് മെയിനായിട്ട് ഇപ്പോൾ സ്റ്റാറേക്കും ഈ സംഭവം ഉണ്ടായിരുന്നു, പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയെ പറ്റി പറയുന്നത്. ഈ പറഞ്ഞ പോലെ സൂപ്പർ കപ്പിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ ഒക്കെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ആദ്യം പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം പറയുന്ന കാര്യം മെൻറ്റാലിറ്റി പ്ലേയേഴ്സിനെ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കുക. ആ ഒരു പ്ലേയേഴ്സിന് കൂടുതൽ ആ ഒരു സീസണിൻ്റെ അവസാനമാണ്, ഡ്യൂറൻ കപ്പോ ISL ഒന്നും വിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, പ്ലേയേഴ്സൊക്കെ ഡിസപ്പോയിൻറ്റഡ് ആണ്, ആ ഒരു മൂഡ് ചേഞ്ച് ചെയ്യുക, കുറച്ചൊരു മെൻറ്റാലിറ്റി വൈസ് പ്ലേയേഴ്സിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക. ഈ ഒരു കാര്യമാണ് അതിൻ്റെ പ്രൈമറി അജണ്ട എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഫിലോസഫി അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റൈലാണ് ഇവാൻ ഉണ്ടായിരുന്നതും മിക്കാൽ സാറെ പറഞ്ഞിരുന്നതും. പക്ഷേ മിക്കാൽ സാർ അതിൽ ഫെയിലായിരുന്നു. പക്ഷേ ഇവാൻ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തൊരു കോച്ചാണ്. അത്തരം ഹാർഡ് വർക്ക് കൊണ്ടും പ്ലേയേഴ്സിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റിയൊക്കെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് ടീം സ്പിരിറ്റൊക്കെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് റിസൾട്ടിനെ അത് നല്ല രീതിയിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഈ പറഞ്ഞ പ്ലേയേഴ്സിൻ്റെ ഹാർഡ് വർക്കും മെൻറ്റാലിറ്റിയും സാക്രിഫൈസും ആ ഒരു പ്ലേയേഴ്സിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെയൊക്കെ പറ്റി സംസാരിക്കുന്നുണ്ട്. സോ അതിന് പ്രിഫറൻസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സ് ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്ലേയേഴ്സിനെ അവസരം കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന പ്ലേയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും അതുപോലെ തന്നെ ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കാനും ആ ഒരു പറയുന്ന സംസാരത്തിലൂടെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ട്രെയിനിങ് സെഷൻസൊക്കെ കാണുമ്പോൾ വളരെ ലൗഡായിട്ട് കമാൻഡ് ചെയ്യുന്ന കോച്ചിനൊക്കെ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ്റെ വീഡിയോ ഒക്കെ ബ്ലാസ്റ്റേഴ്സ് പുറത്ത് വിട്ടിരുന്നു. അവിടെയൊക്കെ നല്ല ലൗഡായിട്ട് അദ്ദേഹം കാര്യങ്ങൾ കമാൻഡ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. സോ അവിടെ ഈ പറഞ്ഞ പോലെ മെൻറ്റാലിറ്റി, പ്ലേയേഴ്സിന് ടോട്ടലി ഉള്ള ആ ഒരു ടീം സ്പിരിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവാനായിട്ട് സിമിലാരിറ്റി വരുന്നൊരു കാര്യമാണ്. ആൻഡ് ഇവാനെപ്പോൾ തന്നെ നോട്ടീസ് ചെയ്ത മറ്റൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത്, ഇവാൻ വുക്കോവിച്ച് കോച്ച് ആവുന്നതിന് മുൻപ് പ്രൊഫഷണൽ ഫുട്ബോൾ കളിച്ചിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. സെയിം ആയിട്ട് നമ്മൾ ഇതിലേക്ക് വരുമ്പോഴും പ്രൊഫഷണൽ ഫുട്ബോൾ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ, അതിനുശേഷം അദ്ദേഹം അതിൽ നിന്ന് വിരമിച്ചിട്ട് കോച്ചായിട്ട് മാറിയിട്ടുള്ളതാണ്. സോ അവർ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിനൊപ്പം തന്നെ രണ്ടുപേരും ഡിഫൻസീവിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. ഇവാൻ വുക്കോവിച്ച് ആണെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ് പോസ്റ്റാണ് കളിച്ചിരുന്നത്, ഇദ്ദേഹം സെൻറ്റർ ബാക്ക് ആയിരുന്നു. ആൻഡ് ഇവാൻ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഡിഫൻസീവിൽ നമുക്കത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പല ഡിഫൻസീവ് പ്രത്യേകിച്ചുമാർ സെൻറ്റർ മിഡ്, ഡിഫൻസീവ് മിഡ് കളിക്കുന്ന ജീക്സൺ പുട്ടിയ ഫസ്റ്റ് സീസണിൽ നല്ല രീതിയിൽ ക്ലിക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ വിബിൻ പോലുള്ള പ്ലേയേഴ്സിനൊക്കെ നമുക്ക് കിട്ടുന്നത് ഇവാൻ്റെ സീസണിലാണ്. ആൻഡ് സെൻറ്റർ ബാക്ക് പെയർ ആയിട്ടുള്ള ലെസ്കോ ഹോർമി നല്ല രീതിയിൽ വർക്കായിട്ടുണ്ടായിരുന്നു. സന്ദീപ് സിംഗ്, ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം ട്രോളുന്ന, ഏറ്റവും അധികം വിമർശനങ്ങൾ കൊണ്ടുവരുന്ന സന്ദീപ് സിംഗ് ഒരു സീസണൽ ടീമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സന്ദീപ്, നിഷു അവർ വന്നതിന് ശേഷം ആ ഒരു സീസണൽ ടീമിന് നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡിഫൻസീവലി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗോൾ കീപ്പിംഗ് ആണെങ്കിലും ഇവാൻ്റെ സീസണിൽ വളരെ ബെറ്റർ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പലരും ഇൻ്റർവ്യൂസിൽ, ഇപ്പോൾ വിബിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇവാൻ ഒരു
ഒരു ഡിഫൻസീവ് പ്ലെയർ ആണ്, അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസീവ് മിഡ് പൊസിഷൻ കളിച്ചിട്ടുള്ള പ്ലെയർ ആയതുകൊണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്യുമ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ളത് ആസ് എ പ്ലെയർ എന്ന രീതിയിൽ വിപിന് സിമിലർ ആയിട്ട് ഇവിടെ ഡിഫൻസീവിൽ കളിച്ചിട്ടുള്ള ആ ഒരു ഡിഫൻസീവ് കാര്യങ്ങൾ അറിയാവുന്ന കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പ്ലെയർ കോച്ച് ആവുന്ന രീതിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഡിഫൻസീവ്ലി ടീമിന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ആ ഒരു സിമിലാരിറ്റിയും ഇവാൻ ഡേവിഡ് കാറ്റാല തമ്മിലുണ്ട്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവർ തമ്മിൽ ഒരു സിമിലാരിറ്റി ആയിട്ട് നോട്ടീസ് ചെയ്തിട്ടുള്ളത്. സോ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ അറ്റാക്കിംഗ് ഫുട്ബോൾ, ഡിഫൻസീവ്, ആ ഒരു കൈൻഡ് ഓഫ് സംഭവം അത് കുറച്ചുകൂടി ബാലൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ബാലൻസ് അതിനെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഗെയിംസിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കും. അതുപോലെ തന്നെ പ്ലേയേഴ്സിനെ മനസ്സിലാക്കാനാണ് ഈ പറഞ്ഞ പോലെ ഒരു സൂപ്പർ കപ്പും ഡ്യൂറൻ കപ്പൊക്കെ അദ്ദേഹം യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത്. സോ അതുകൊണ്ട് തന്നെ വലിയ മിറാക്കിൾസോ അല്ലെങ്കിൽ എല്ലാ മാച്ചും ജയിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ അത്ര ടൈമൊന്നും ഈ പറഞ്ഞ പോലെ സൂപ്പർ കപ്പിന് മുന്നോട്ടായിട്ട് അതിന് കിട്ടില്ല. ആൻഡ് പല കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ ഇപ്പോൾ ഡിഫൻസീവിൽ കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്ന മിസ്റ്റേക്സിനെ പറ്റിയും അതിലെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ അത്ര ഡീപ്പായിട്ടുള്ള ക്ലാരിറ്റി ഉള്ള ആൻസർ ഒന്നും അദ്ദേഹം കൊടുക്കുന്നില്ല. അത് ഒരുപാട് ഇങ്ങനെ വളഞ്ഞു വന്ന് അത് വർക്ക് ചെയ്താൽ ശരിയാവും എന്ന രീതിയിലാണ് അദ്ദേഹം മറുപടി പറയുന്നത്. സോ അവിടെ ഒന്നും വലിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ ടീമിനെ മനസ്സിലാക്കിയുള്ള ഒരാളെ പോലെ തോന്നുന്നില്ല. ആദ്യം പറയുന്നുണ്ട് ഇത് കുറച്ച് നേരത്തെയാണ് ഇത്തരം കാര്യങ്ങളെ പറ്റി കമൻറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അദ്ദേഹം ആദ്യം ഒരു ഗെയിം സ്റ്റൈലിലേക്കും അദ്ദേഹം ഒരു പ്ലാനിലേക്കും എത്തണം. അതിനുശേഷം ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്ലേയേഴ്സ് ആരൊക്കെയാണ് അതിൽ അഡാപ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ ഏതെല്ലാം പ്ലേയേഴ്സാണ് പുതിയത് വേണ്ടത്, അത്തരം തീരുമാനങ്ങളിലേക്ക് എത്തണം. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ടീം ആയിക്കഴിഞ്ഞാൽ ആ ടീമിനെ വെച്ച് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം മാത്രമായിരിക്കും ഒരു കംപ്ലീറ്റ്ലി കളിക്കുന്ന ഡേവിഡ് കാറ്റാല ടീം എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുക. സോ അതിനെല്ലാം ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സായിട്ട് തന്നെയാണ്. സോ അത് എത്ര വേഗം ഈ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതനുസരിച്ചിരിക്കും കാറ്റാലയുടെ വിജയം. എന്തായാലും കഴിഞ്ഞ സീസണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ കോച്ച് എത്തിയിട്ടുള്ളത് എന്തുകൊണ്ടും ഒരു പുതിയ കാര്യമാണ്, ഒരു പോസിറ്റീവായുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പ്ലേയേഴ്സിനെ മനസ്സിലാക്കി ആവശ്യമായുള്ള മാറ്റങ്ങളിൽ ഇൻവോൾവ് ആവാനുള്ള ഒരു സാഹചര്യം ഈ സീസണിൽ കിട്ടുന്നത് പോസിറ്റീവായിട്ട് അത് ടീമിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ മുതലാക്കിയെടുക്കാൻ കോച്ചിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതല്ലാതെ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ നോട്ടീസ് ചെയ്ത വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.